മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ഒട്ടേറെ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ, റേഷൻ വാങ്ങാതിരിക്കുന്നവർക്ക് നേരെ നടപടി ഉണ്ടാക്കുന്നത് തുടങ്ങിയ അറിയിപ്പുകളെല്ലാം ഓരോന്നായി വിശദീകരിക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൂടി ചെയ്യുക. ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ജൂൺ 4-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ ദീർഘിപ്പിച്ചതിനാൽ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. നേരത്തെ ജൂൺ 7 ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുമെന്നായിരുന്നു അറിയിപ്പുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ വെള്ളിയാഴ്ച ബക്രീദ് അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി ഉത്തരവിറക്കിയതോടെ റേഷൻ കടകളുടെ അവധിയും മാറ്റി. അതിനാൽ ജൂൺ 6 വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. അതേസമയം ജൂൺ 7 ശനിയാഴ്ച ബക്രീദ് അവധി ഉള്ളതിനാൽ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല. ജൂൺ മാസത്തിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 6 കിലോ അരി വിഹിതമായി കിലോഗ്രാം 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല കാർഡിന് ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായി ഓരോ അംഗത്തിനും 2 കിലോ അരി വീതവും കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ നൽകും. സ്പെഷ്യൽ വിഹിതമായി നീല കാർഡിന് 3 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്യും. മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി നൽകും. 7 രൂപ നിരക്കിൽ 2 പാക്കറ്റ് ആട്ടയും 27 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയും ഈ മാസം ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഓരോ കാർഡിനും അനുവദിച്ച ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഓരോ റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ഇത്രയും വിഹിതങ്ങളാണ് ലഭിക്കുന്നത്. റേഷൻ വിഹിതങ്ങൾ കുറവുള്ള വെള്ള നീല റേഷൻ കാർഡുകാർക്ക് BPL റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ജൂൺ 2 മുതൽ ജൂൺ 15 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷ വെക്കാവുന്നതാണ്. അപേക്ഷയ്ക്കൊപ്പം പ്രധാനമായും വേണ്ടത് തദ്ദേശ സ്ഥാപനത്തെ സെക്രട്ടറിയുടെ, അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയിൽ നിന്നും ലഭിക്കുന്ന BPL ലിസ്റ്റിന് അപേക്ഷകനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രമാണ്. അതിനുവേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കുക. ആ രേഖകൾ കൂടിയുണ്ടെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് സാധ്യത കൂടും. അപേക്ഷകരുടെ വിവിധ രേഖകൾ പരിശോധിച്ച് അതിനൊക്കെ മാർക്ക് നൽകി മിനിമം 30 മാർക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തലത്തിൽ മുൻഗണനാ വിഭാഗം കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന. ഇതിനായിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചു വരുന്നുണ്ട്. അർഹരായിട്ടുള്ളവർക്ക് ജൂൺ 15-നുള്ളിൽ തന്നെ അപേക്ഷ നൽകുക. ജൂൺ മാസത്തെ മറ്റൊരു അറിയിപ്പ്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭ്യമാകുന്ന മഞ്ഞ പിങ്ക് കാർഡുകാരിലെ അംഗങ്ങൾക്കെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ജൂൺ 10-ാം തീയതിക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കേണ്ടതാണെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏതെങ്കിലും റേഷൻ കടകളിൽ എത്തിയോ അല്ലെങ്കിൽ റേഷൻ സപ്ലൈ ഓഫീസിലെത്തിയോ പൂർത്തിയാക്കാവുന്നതാണ്. എല്ലാവിധ റേഷൻ മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല.